കാസർഗോഡ് ആദൂരിൽ ഭർത്തൃ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബെള്ളൂർ പള്ളപ്പാടിയിൽ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരിച്ചത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് ഈ യുവതി ജീവനെടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതൊരു കൊലയാണ് സർ. ഇത് കൊന്നതാണ്, എല്ലാ ആൾക്കാർ വീട്ടിൽ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടായപ്പോൾ നാളെ 4 കൊല്ലമായി. 22/5/2022 കല്യാണം കഴിച്ചു കൊടുത്തത്. കുഞ്ഞായിട്ടില്ല, ഒന്നാമത് കുഞ്ഞായിട്ടില്ല. എനിക്ക് ഭയങ്കര വയസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞാവത്തത്. അപ്പോൾ കുഞ്ഞാവത്തത് എന്റെ പ്രശ്നമല്ല, ഇത് അയാളെ ഭർത്താവിന്റെ പ്രശ്നം ആർക്കറിയാലല്ലേ. ഇതിനെ റിപ്പോർട്ടിൽ ഇതാക്കിയിട്ട് ഡോക്ടർ ഇതാക്കിയിട്ട് പിന്നെ സർജറി ആക്കിയിട്ട് പിന്നെ പോകാൻ പ്രോബ്ലം. പീഡിപ്പിക്കുന്ന ഉമ്മ, അവന്റെ ഉമ്മ, അവളെ അമ്മയമ്മ, ഭർത്താവിന്റെ ഉമ്മ. ഭർത്താവിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ കലമ്പുണ്ടായിരുന്നു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബൈജു, ഈ ഭർത്തൃ വീട്ടിലുള്ള ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നതിൽ അങ്ങേറ്റം സങ്കടമുണ്ടെങ്കിൽ പോലും ഈ കേസിൻ്റെ ഒരു സാഹചര്യം എന്താണ് ആ ബന്ധുക്കൾ പറയുന്നത്? വർഷങ്ങൾ മുമ്പ് വിവാഹം നടന്നതല്ലേ, ഇപ്പോഴും ആ പീഡനം ഇത്രയും നാളുകളായി തുടർന്നു എന്നാണോ? എൽദോ, വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല എന്ന പേരിൽ നിരന്തരം മാനസിക സമ്മർദ്ദത്തിനൊടുവിൽ ഒരു യുവതി ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നതെന്ന് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നത്. ഇത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബെള്ളൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. സൈനുദ്ദീന്റെ ഭാര്യ സെറീന എന്ന് പറയുന്ന 27 വയസ്സുകാരിയാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. അതായത് ഇന്നലെ വൈകിട്ടാണ് ഭർത്താവിന്റെ വീട്ടിന് സമീപമുള്ള ഒരു ഷെഡിൽ ഇങ്ങനെ തൂങ്ങിയ നിലയിൽ കാണുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതായത് ഇവരുടെ വിവാഹം 2022 മെയ് 29-ന്, അതായത് നാളേക്ക് ഇവരുടെ 4ാം വാർഷിക ആഘോഷം നടക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇവർ ബന്ധുക്കൾ, സഹോദരൻ ഉൾപ്പെടെ പറയുന്നത് ഇവരെ ഈ കുഞ്ഞുണ്ടാവാത്തതിന് നിരന്തരമായി ഇവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഈ സഹോദരന്റെ പുത്തൂറുള്ള വീടുണ്ട്, ആ വീട്ടിലേക്ക് ഇവർ പോയി അവിടെ താമസിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് മധ്യസ്ഥ ചർച്ചകളൊക്കെ ആക്കി വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യം. അങ്ങനെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ഈ സഹോദരന്റെ വീട്ടിൽ നിന്നും ഒരു മധ്യസ്ഥ ചർച്ചയാക്കിയതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. പിന്നീടും ഇവർക്ക് വലിയ തോതിൽ ഈ ഒരു മാനസിക ശാരീരിക ഉപദ്രവം ഈ ഒരു വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു എന്നാണ് ഇവർ പരാതി പറയുന്നത്. അതിൽ ഈ ഭർത്താവിന്റെ മാതാവുമുണ്ട്, സൈനുദ്ദീൻ എന്ന് പറയുന്ന ഭർത്താവുമുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഇവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഇതിനൊടുവിലാണ് ഈ 27 വയസ്സുകാരിയായ സെറീന ജീവനൊടുക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു ആഴ്ച, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. 1ാം വിവാഹ വാർഷികത്തിന്റെ തലേന്ന് ഫാത്തിമത്ത് സുഫൈദ എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരി ഇതേ രീതിയിൽ ഭർത്തൃ വീട്ടുകാരുടെ മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം, അങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണിത്. ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് വലിയ ആശങ്കയുയർത്തുന്നു. ഈ പെൺകുട്ടികൾ അവരുടെ ഭർത്തൃ വീട്ടുകളിൽ എത്രത്തോളം സുരക്ഷിതരാണോ എന്നതിൽ ഒരു ചോദ്യമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉയർത്തുന്നത്. ഈ ഒരു സംഭവത്തിലേക്ക്, സെറീനയുടെ സംഭവത്തിലേക്ക് വന്നാൽ, വീട്ടുകാർ ഇത് മതാചാര പ്രകാരം നടത്തിയ വിവാഹമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2022 മെയ് 29-നാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 4 വർഷം പൂർത്തിയാകാൻ പോകുന്നു നാളേക്ക്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സെറീന ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പലപ്പോഴും ഈ ഭർത്തൃമാതാവാണ് പ്രധാനമായും ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കുന്നതെന്നാണ് ഈ സഹോദരൻ പറയുന്നത്. ഇതേ തുടർന്ന് പലപ്പോഴും ഇവർ മധ്യസ്ഥ ചർച്ചയൊക്കെയായി ഈ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇവർ പുത്തൂറിലെ സഹോദരന്റെ വീട്ടിലേക്ക് പോകും. പിന്നീട് മധ്യസ്ഥ ചർച്ചയായി വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. പിന്നീടും ഇതേ രീതിയിൽ വീണ്ടും ഈ ഒരു ഉപദ്രവം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഇവരുടെ ഫോണിൽ വിളിച്ച് വലിയ തോതിൽ സങ്കടം ഈ ഒരു സെറീന പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സഹോദരൻ ഈ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഈ തരത്തിലൊരു കടുങ്കൈ ചെയ്യും സെറീന എന്ന് ഇവർ ഒരിക്കലും
ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇവർ നമ്മോട് പങ്കുവച്ചത്. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം വാർത്തകൾ നിരന്തരം വരുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞ കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവ് ആയിഷ എന്ന് പറയുന്ന ഭർത്താവിന്റെ മാതാവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്ന മറ്റും ഇപ്പോൾ ഒരാഴ്ചയോട് അടുക്കുന്നു. അതിൽ കേസിലൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇത്തരം കേസുകൾ ഉണ്ടായാൽ ആദ്യം പോലീസിന്റെ ഭാഗത്ത് ചില നടപടികൾ ഉണ്ടാകും. പിന്നീട് അതിൽ ഒരു അലസത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കുന്നൊക്കെ രീതിയിലുള്ള ഒരു നീക്കുപോക്കാണ്. അത് മാസങ്ങൾക്ക് മുൻപ് ജസീല കേസിൽ നമ്മൾ കണ്ടതാണ്. ദിവസങ്ങളോളം നമ്മൾ സ്പോർട് ന്യൂസിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ആ കേസ്. ഏറ്റവും ഒടുവിലാണ് സമ്മർദ്ദത്തിനൊടുവിൽ അതിൽ ഭർത്താവിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഒരു മോഷണക്കുറ്റം ആരോപിച്ച് വ്യാജ മോഷണക്കുറ്റം ആരോപിച്ചൊരു പെൺകുട്ടിയെ നിരന്തരം ഭർത്തൃ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ മാനസികമായി സമ്മർദ്ദമുണ്ടാക്കി പിന്നീട് ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇങ്ങനെ വാർത്തകൾ കൂടുതൽ ഇത്തരത്തിലുള്ള ജീവനൊടുക്കുന്ന സംഭവങ്ങൾ വരുന്നത് ഇന്ന് കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളിലൊക്കെ പെൺമക്കളുള്ള മാതാപിതാക്കളിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കൃത്യമായ ഇടപെടൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് സെറീനയുടെ കേസിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ പറഞ്ഞു തീർത്ത് മധ്യസ്ഥതയാക്കി വീണ്ടും അത് ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോഴും പിന്നെയും പ്രശ്നമുണ്ടാകുകയും വീണ്ടും തുടർച്ചയായി ഇവരെ മാനസികമായ സമ്മർദ്ദത്തിൽ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നടപടി ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ സെറീനയുടെ പൂർത്തിയായി. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പോലീസ് പരിശോധിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞ സുബൈദയുടെ കേസിൽ അവർക്ക് ശരീരത്തിൽ വലിയ തോതിൽ മർദ്ദനമേറ്റ പാടുകൾ ഇൻക്വസ്റ്റ് നടപടികൾ അതിൽ പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. അത് സമീപകാലത്ത് പോലും വലിയ തോതിൽ അങ്ങനെ മർദ്ദനമേറ്റ പാട് ആ കേസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 10 വർഷം നീണ്ട പ്രണയത്തിനോടുള്ള ഒരു വിവാഹം, പിന്നീട് ആ വിവാഹം 1 വർഷം തികയും മുമ്പ് ജീവനൊടുക്കുന്ന സാഹചര്യം, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തനിച്ചാക്കിയാണ് പിതാവ് ജയിലിലേക്കും മാതാവ് ഈ ലോകത്തു നിന്നും യാത്രയായത്. അങ്ങനെ വലിയ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ്, സങ്കടപ്പെടുന്ന വാർത്തകളാണ് ഇതൊക്കെ. ഏതായാലും ഈ സംഭവത്തിൽ എങ്കിലും പോലീസ് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിലവിൽ ഈ കേസിൽ ആരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ആദൂർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിൽ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ വലിയ മർദ്ദനമേറ്റ പാടുകളുണ്ടോ അത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകൂ. ഏതായാലും കുടുംബം ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നിരന്തരമായ പ്രശ്നം മാനസികമായും ശാരീരികമായും ഇങ്ങനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്തൃ വീട്ടിൽ നിന്ന്. മാതാവും അതുപോലെ തന്നെ ഭർത്താവും നിരന്തരം മർദ്ദിക്കുന്നു എന്നാണ് ഇവർ പരാതി പറഞ്ഞിട്ടുള്ളത്. അത് സെറീന പലപ്പോഴും ഇവരുടെ കുടുംബത്തെ സഹോദരനോട് ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു, അതായത് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കേസിൽ ഇന്ന് തന്നെ അത്തരം അറസ്റ്റിലേക്കൊക്കെ നടക്കുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമ്മളോട് ആദൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പരാതി വളരെ ഗൗരവമുള്ളതാണ്. ഒരു 27 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെ ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഇപ്പോൾ ജീവനൊടുക്കിയിട്ടുള്ളത്. എന്തോ KV ബൈജു സൂചിപ്പിച്ചതുപോലെ കാസർഗോഡിലെ ആദൂരിലെ പെൺകുട്ടി അവൾ വർഷങ്ങളായി പീഡനം ഏറ്റുവാങ്ങുകയാണ്. അതും കൂടുതൽ ഭർത്താവിനേക്കാൾ ഭർത്തൃമാതാവിൽ നിന്ന്. കുഞ്ഞുണ്ടാകുന്നില്ല എന്നുള്ള പേരിലാണ് ആ പീഡനം എന്നാണ് പറയപ്പെടുന്നത്. പലവട്ടം അവളുടെ സഹോദരനെ കാര്യങ്ങൾ അറിയിച്ചു. പിണങ്ങി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ആ ഒരു ചർച്ചകൾക്കൊക്കെ ശേഷം ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് തിരികെ ഭർത്തൃ വീട്ടിലേക്ക് എത്തിയത് പോലും. എന്നിട്ടും വിവാഹ വാർഷികം നാളെ നടക്കാനിരിക്കെ അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.